അപ്പോൾ ഇത് വൃത്തിയാക്കാൻ ആവശ്യമുള്ള ചേരുവകൾ: ഒരു പെയിൻറ് ബ്രഷ്, പാകത്തിന് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, കുറച്ച് ഇയർബഡ്സ്, അത്യാവശ്യത്തിന് WD-40. ആദ്യം പെട്ടെന്ന് കിട്ടണ പൊടിയൊക്കെ പെയിൻറ് ബ്രഷ് കൊണ്ടും പിന്നെ വാക്യൂം ക്ലീനറൊക്കെ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി. ആ ബെഡിൻ്റെ മേലുള്ളതും കൺസോളിൻ്റെ അവിടെ പിന്നെ അതിൻ്റെ ട്രാക്കിൻ്റെ ഇടയിലൊക്കെ ഉള്ള പൊടിയും ചപ്പും അങ്ങനെ വലിച്ചെടുത്ത്. എന്നിട്ട് പതുക്കെ ആ ബെഡ് ഊരിയെടുത്ത് ഹൈ എന്താ പൊടി! ഇതാണ് അവസ്ഥ. എല്ലാ മുക്കിലും മൂലയിലും പൊടിയും ചപ്പുമാണ്. വാക്യൂം ക്ലീനിങ് എത്ര റൗണ്ട് വേണ്ടി വരാനാവും. ബെഡിൻ്റെ താഴെ വേറൊരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്, അത് ഊരിയെടുക്കുക. ഇനി ആ മാറ്റി വെച്ചിരിക്കുന്ന ഐസോപ്രൊപ്പൈൽ എടുക്കുക, കുറേശ്ശെ ഒഴിച്ച് ക്ലീൻ ആക്കുക. So 3 hours into cleaning and it ചേട്ടൻ കഥ പറയാണ്. 3 മണിക്കൂർ ക്ലീൻ ചെയ്തപ്പോഴാണ് കാണുന്നത് എക്സ്ട്രൂഡറിൻ്റെ ട്യൂബ് ലൂസായിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഫിലമെൻറ്റ് എങ്ങനെയാണ് പോയതെന്ന് നോക്കുമ്പോൾ അതും പൊട്ടി കിടക്കുകയാണ്. വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മേലേക്കും താഴേക്കും പോണ മോട്ടർ അത് വർക്ക് ചെയ്യണില്ല. പിന്നെ എക്സ്ട്രൂഡറിൻ്റെ മോട്ടറുണ്ട്, പിന്നെ എക്സ്ട്രൂഡറിൻ്റെ മോട്ടറും വർക്ക് ചെയ്യണില്ല. ഇതൊക്കെ എങ്ങനെയാണാവോ ശരിയാക്കുക? എല്ലാം ശരിയാവും.